കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചത് കെഎസ്ഇബിയുടെ അനാസ്ഥ മൂലമെന്ന് പരാതി. കെഎസ്ഇബിക്കെതിരെ പരാതി നൽകുമെന്ന് മരിച്ച റിജാസിന്റെ കുടുംബം പ്രതികരിച്ചു. സർവീസ് ലൈൻ തകരാറാണെന്ന് കാണിച്ച് കടയുടമ കെഎസ്ഇബിയിൽ പരാതി നൽകിയിരുന്നെങ്കിലും പരിഹരിച്ചില്ലെന്നാണ് ആരോപണം. എന്നാൽ വൈദ്യുതി ലൈനിൽ തകരാർ ഉണ്ടായിരുന്നില്ല എന്നാണ് കെഎസ്ഇബിയുടെ വിശദീകരണം. ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ ഒരു കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോഴാണ് കടയുടെ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റിജാസാണ് മരിച്ചത്. കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കടയുടമ കെഎസ്ഇബിയിൽ പരാതി നൽകിയിരുന്നു. 17-ാം തീയതി ശ്രദ്ധയിൽപ്പെട്ട തകരാർ അറിയിക്കാൻ വേണ്ടി അന്നും പിറ്റേ ദിവസവും കെഎസ്ഇബിയിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല എന്ന് കടയുടമ മുഹമ്മദ് ഹാജി പറഞ്ഞു. ഇന്നലെയാണ് അവരെ ബന്ധപ്പെടാൻ സാധിച്ചത്. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ വൈദ്യുതി ലൈനിൽ തകരാറുള്ളതായി സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ തന്റെ അനിയന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും അതിനാൽ കെഎസ്ഇബിക്കെതിരെ പരാതി നൽകുമെന്നും റിജാസിന്റെ സഹോദരൻ പറഞ്ഞു. ഏകദേശം 1:30 സമയത്താണ് അനിയന് റിജാസിൻ്റെ ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് 2:30 മണി 3 മണി ഏറ്റവും സമയം. ആ ടൈം ആകുമ്പോഴേക്ക് ഇവർ വന്നും കണ്ടി ആ സർവീസ് ലൈൻ കട്ട് ചെയ്തും കണ്ടി ഊരി വെച്ച് പോയിക്കണേ. നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പോയി നോക്കിയാൽ അറിയാം. കാരണം അവിടെ 3 ഫേസ് കണക്ഷൻ പോകുന്നുണ്ട്. ഈ മാവിൻ്റെ മൊത്തം ചില്ലുകളും കാര്യങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് പച്ചപ്പായി കിടക്കുക. അതിൻ്റെ ബാക്കി ഷെഡിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ഈ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും അവിടെ ഈ കെഎസ്ഇബി ലൈൻ വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. അതൊന്നും അവിടെ ഇല്ല. പിന്നെ ഇത് ഓൾറെഡി ഈ സർവീസ് ലൈൻ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലും ഇവർ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇവരൊരു അശ്രദ്ധ കൊണ്ടാണ് 19 വയസ്സുള്ള പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ആ സ്ഥലത്ത് പൊലിയാൻ കാരണം. കെഎസ്ഇബിൻ്റെ അനാസ്ഥ തന്നെ. എന്നാൽ പരിശോധന നടത്തിയപ്പോൾ വൈദ്യുത കേബിളിന് തകരാറ് കണ്ടെത്താനായില്ലെന്നാണ് കെഎസ്ഇബിയുടെ വിശദീകരണം. വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുമെന്നും കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.